ഹലോ ഫ്രണ്ട്സ്, മഴവിൽ മനോരമയിലെ സൂപ്പർ കൺമണി എന്ന പരമ്പരയുടെ 527-ാം എപ്പിസോഡാണിത്. ജയമോഹൻ്റെ വീട്ടിൽ നിന്നും കമ്പനിയുടെ അതീവ രഹസ്യരേഖകൾ മോഷ്ടിച്ചു എന്ന കള്ളക്കേസിൽ കൺമണി അറസ്റ്റിലാകുന്നു. എതിരാളികളായ ജയമോഹനും മാനസിയും ചേർന്ന് കൺമണിയെ കുടുക്കാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കെണിയാണിതെന്ന് ക്രിഷും കുടുംബത്തിലെ മുതിർന്നവരും തിരിച്ചറിയുന്നു. സ്റ്റേഷനിലേക്ക് പോകാനുള്ള തീരുമാനമാണ്. സാഗറും ദേവ്ജിയും ക്രിഷും ചേർന്ന് ജയമോഹൻ്റെ വീട്ടിൽ നടന്ന റെയ്ഡിനെക്കുറിച്ച് സംസാരിക്കുന്നു. കൺമണിയെ കുടുക്കാൻ പോലീസ് മനഃപൂർവ്വം ചെയ്തതാണെന്ന് അവർ മനസ്സിലാക്കുന്നു. തുടർന്ന് കൺമണിക്ക് ധൈര്യം നൽകാനായി ക്രിഷ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവളെ പോലീസുകാർ ഒന്നും ചെയ്യില്ലല്ലോ അല്ലേ, ഇതൊരു ട്രാപ്പ് തന്നെയാ. സ്റ്റേഷനിലെത്തുന്ന ക്രിഷ് കൺമണിയെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ CI അവനോട് മോശമായി പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. സാഗറിൻ്റെ കമ്പനിയെ തകർക്കാൻ വേണ്ടിയാണ് കൺമണി ഫയലുകൾ മോഷ്ടിച്ചതെന്ന് കള്ളമൊഴി ഒപ്പിട്ട് നൽകിയാൽ ജാമ്യം തരാമെന്ന് CI പറയുന്നു. എന്നാൽ ക്രിഷ് അതിന് തയ്യാറാകുന്നില്ല. ഞാൻ കൺമണിയെ കാണാൻ വന്നതാ, അവളെ കാണാമെന്നുള്ളത് എൻ്റെ അവകാശമാണ്. CI ക്രിഷിനോട് കയർക്കുന്നത് കണ്ട് ലോക്കപ്പിൽ നിന്നും കൺമണി പ്രതികരിക്കുന്നു. ഒരു പ്രതിക്ക് ബന്ധുക്കളോടും വക്കീലിനോടും സംസാരിക്കാൻ നിയമപരമായ അവകാശമുണ്ടെന്ന് കൺമണി CIയെ ഓർമ്മിപ്പിക്കുന്നു. നാളെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ CIയുടെ ഈ പെരുമാറ്റത്തെക്കുറിച്ച് പറയുമെന്നും കൺമണി ധൈര്യത്തോടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ CI 2 മിനിറ്റ് സംസാരിക്കാൻ അനുവാദം നൽകുന്നു. ക്രിഷ് കൺമണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തനിക്കൊന്നും സംഭവിക്കില്ലെന്നും ധൈര്യമായി ഇരിക്കുമെന്നും കൺമണി പറയുന്നു. ഇന്ന് രാത്രി ജാമ്യം കിട്ടുമില്ലെന്നും രാവിലെ നല്ലൊരു വക്കീലുമായി കോടതിയിലെത്തി ജാമ്യം എടുക്കാമെന്നും ക്രിഷ് ഉറപ്പു നൽകുന്നു. ക്രിഷ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുമ്പോൾ ഒരു ജൂനിയർ ഓഫീസർ അവനെ രഹസ്യമായി വിളിക്കുന്നു. CI വളരെ അഴിമതിക്കാരനാണെന്നും കൺമണിയെ അകത്താക്കാൻ എതിരാളികളിൽ നിന്നും വലിയ തുക കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നും അയാൾ മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ CIക്ക് പണം കൊടുത്ത് സമയം കളയാതെ നേരെ കോടതി വഴി നീങ്ങാൻ അയാൾ ഉപദേശിക്കുന്നു. ക്രിഷ് നേരെ ജയമോഹൻ്റെ വീട്ടിലെത്തുന്നു. ആദ്യം അവൻ കേസ് പിൻവലിക്കാൻ അവരോട് അപേക്ഷിക്കുന്നു. എന്നാൽ ജയമോഹനും മാനസയും അവനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അതോടെ ക്രിഷിൻ്റെ ഭാവം മാറുന്നു. കൺമണി നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും വെല്ലുവിളിച്ചതുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങുന്നു. അതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.